സാഹചര്യം എന്തായാലും ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് എന്നതാണ് സാഹചര്യം. സത്താർ പന്തല്ലൂർ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ശക്തമായ നീക്കങ്ങൾ നടത്തിയിട്ടുമുണ്ട്. രാകേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു. രാകേഷ്, സുപ്രഭാതത്തിന്റെ വിമർശനത്തിൽ പ്രധാനപ്പെട്ട പറയുന്ന ഒരു കാര്യം ഇതിൽ പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ഒരു നീക്കം എന്നതാണ്. ദേശീയ തലത്തിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്ന പ്രതികരണങ്ങൾ, തുടർചലനങ്ങൾ സ്വാഭാവികമായും ഇത്തരമൊരു നീക്കം നടത്തുമ്പോൾ BJPയും മുന്നിൽ കണ്ടിട്ടുണ്ടാവാം, കേന്ദ്ര സർക്കാരും മുന്നിൽ കണ്ടിട്ടുണ്ടാവാം. കഴിഞ്ഞ ദിവസം ജയറാം രമേശ് കോൺഗ്രസ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ കോൺഗ്രസ് ഇതിനോട് എന്ത് നിലപാടെടുക്കുമെന്നത് ഏറ്റവും പ്രസക്തമാവുമല്ലോ. കാരണം വന്ദേ ഭാരത് വിഷയം കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം കൂടി മാറുമല്ലോ. ഒപ്പം ബംഗാൾ തെരഞ്ഞെടുപ്പിൽ ഇത് എത്ര കണ്ട് വലിയൊരു ആയുധമാവും BJPക്ക്? സജിത്ത്, 1875 പുറത്തിറങ്ങിയ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഈ വന്ദേ മാതരം. അതിൽ തന്നെ നേരത്തെ തന്നെ പലപ്പോഴായി ഒരു രാഷ്ട്രീയ വിഷയമായി മാറിയതാണ് വന്ദേ ഭാരതം. പ്രത്യേകിച്ചൊരു പൊളിറ്റിക്കൽ അജണ്ട പ്രത്യേകിച്ച് BJPക്കും RSSനും ഇക്കാര്യത്തിലുണ്ട്. വന്ദേ മാതരത്തിൻ്റെ 150ാം വാർഷികം ഇപ്പോൾ കടന്നു പോവുകയാണ്. അതിൽ തന്നെ 2025 ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളും ചർച്ചയും കോൺഗ്രസും BJPയും ഒക്കെ തന്നെ നേർക്കുനേർ വരുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായതാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ നെഹ്റു ഇതിൻ്റെ ആദ്യത്തെ 2 ഭാഗങ്ങൾ ഒഴികെയുള്ളവ ഒഴിവാക്കിയെന്ന വിമർശനമൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഉന്നയിച്ചതാണ്. അത്തരം വിവാദങ്ങൾ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയ ഭേദഗതികളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെയായി കേന്ദ്ര സർക്കാർ രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ഇതിന് പുറകിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതിൻ്റെ ആദ്യ 2 പദ്യഭാഗങ്ങൾക്ക് ശേഷം ഇന്ത്യയെ ഒരു ഹൈന്ദവ ദേവീ സങ്കല്പമായാണിത് പ്രകീർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ ദേവീ സങ്കല്പങ്ങളായാണ് ഇന്ത്യയെ കണക്കാക്കുന്നത്. തീർച്ചയായും അത് മറ്റ് വിഭാഗങ്ങൾക്ക്, മറ്റ് മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അന്ന് ഈ ഭാഗങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ തീർച്ചയായും അത് വീണ്ടും ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ അത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണെന്ന് തന്നെ പറയാം. അത് ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്തവണ കേരളത്തിനൊപ്പമാണ് ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അസമിൽ BJPക്ക് ഭരണമുണ്ട്. അത് കഴിഞ്ഞാൽ BJP ഏറ്റവും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ 2019 ശേഷം വലിയ വളർച്ച BJP ഉണ്ടാക്കിയൊരു സംസ്ഥാനമാണ്. അതായത് 2014 2 സീറ്റ് മാത്രം, ലോക്സഭാ സീറ്റ് മാത്രം ഉണ്ടായിരുന്ന BJP അവിടെ നിന്ന് 18 ലോക്സഭാ സീറ്റുകളിലേക്ക്, 42 ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനത്ത് അവിടെ 18 ലോക്സഭാ സീറ്റുകളിലേക്ക് 2019 വിജയിക്കുന്നു. 2021 അവർ മുഖ്യ പ്രതിപക്ഷമായി മാറുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായും ഇത്തവണ ബംഗാൾ പിടിക്കുക എന്ന ലക്ഷ്യം BJPക്കുണ്ട്. SIR അവിടെ വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നു. ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകയറ്റം അടക്കമുള്ള വിഷയങ്ങൾ വലിയ ആയുധമാക്കുമ്പോൾ തീർച്ചയായും ബംഗാളി വികാരം ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യം BJPക്ക് അവിടെയുണ്ട്. കാരണം ഏതാണ്ട് 30-35% വരുന്ന ന്യൂനപക്ഷ വോട്ടുകളുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഒരു കാലത്ത് ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകൾ അപ്പാടെ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളായിരുന്നു. ആ വോട്ടുകൾ ഒന്നടങ്കം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെയും മമതാ ബാനർജിയുടെയും വോട്ട് ബാങ്കാണ്. വലിയ തോതിലുള്ള ഒരു പോളറൈസേഷൻ നടക്കുന്ന സംസ്ഥാനം കൂടിയാണ് പശ്ചിമ ബംഗാൾ. ഇടതു പാർട്ടികളുടെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ തന്നെ അത് പ്രകടമായി നമുക്ക് കാണാം. കാരണം ഭരണം പോകുന്ന ഘട്ടത്തിൽ പോലും ഇടതു പാർട്ടികൾക്ക്, CPM-നൊക്കെ ഏതാണ്ട് 40% മുകളിൽ വോട്ട് 2011 ഭരണം പോകുന്ന കാലഘട്ടത്തിൽ പോലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 5% വന്നു നിൽക്കുകയാണ്. തീർച്ചയായും ഒരു ഹിന്ദു ഏകീകരണം BJP അവിടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. അങ്ങനെ ബംഗാളി വികാരം ഉയർത്തുക, പ്രത്യേകിച്ച് ദുർഗ, കാളി എന്നിവ ബംഗാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് ദുർഗാ പൂജയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ എടുത്തു മാറ്റപ്പെട്ടു എന്ന് പറയുന്ന വരികൾ ഇന്ത്യയെ ദുർഗയോട് അല്ലെങ്കിൽ കാളിയോട്, സരസ്വതിയോടും ഒക്കെ തന്നെ താരതമ്യം ചെയ്യുന്ന വരികളാണ്. അതാണ് വീണ്ടും മുഴുവനായി പാടണം എന്ന നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കും. തീർച്ചയായും അതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. സജിത്ത്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും കോൺഗ്രസിനടക്കം ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തുന്നത് വളരെ ജാഗ്രതയോടെ വേണം. കാരണം അത് മറ്റ് സംസ്ഥാനങ്ങളിലെ സാധ്യതകളെ പോലും ബാധിക്കുന്ന രീതിയിലാണ്. കാരണം അതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നത് ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്ന ഒരു ജാഗ്രതപ്പെടൽ സ്വാഭാവികമായും ഉണ്ടാവുമെന്ന് കരുതാം. നമുക്ക് കേരളത്തിലെ പ്രതികരണം തന്നെ ശ്രദ്ധിക്കാം. VD സതീശൻ പോലും ഇക്കാര്യത്തിൽ ഏറെ ജാഗ്രതയോടെയാണ് പ്രതികരിച്ചത്. താൻ പഠിക്കട്ടെ, പറയട്ടെ എന്ന് പറയുന്നു. അതേസമയം കോൺഗ്രസ് ആണ് ഇത് മുൻനിരയിൽ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ എന്ന വാദം മുസ്ലിം സംഘടനകൾ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന സാഹചര്യം കൂടിയുണ്ട്.
ഇതിൽ CPM അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതികരണം കൂടി ഇക്കാര്യത്തിൽ വന്നു തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഔദ്യോഗിക പരിപാടികളിൽ വന്ദേമാതരം നിർബന്ധമാക്കിയ കേന്ദ്ര നിർദ്ദേശം വർഗീയ ചേരിതിരിവിനുള്ള ഇടപെടലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകൾ. വന്ദേമാതരം നിരോധിക്കണമെന്നല്ല, ദേശീയ ഗാനത്തെ പിന്തള്ളി പുതിയ മാർഗനിർദ്ദേശം നൽകിയത് വർഗീയതയ്ക്കുള്ള നീക്കമാണെന്നും MV ഗോവിന്ദൻ പറയുന്നു. അദ്ദേഹം ആ തരത്തിലാണ് MV ഗോവിന്ദന്റെ പ്രതികരണം വരുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ ഇതുവരെയും നിലപാട് എടുത്തിട്ടില്ല എന്നതാണ്. അതായത് ഗവർണർ അടക്കം പങ്കെടുക്കുന്ന പരിപാടിയിൽ വന്ദേമാതര ഗീതം ആലപിക്കണമെന്നതാണ്. നമുക്കറിയാം, മുമ്പ് ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിക്കണമെന്ന വിവാദം ഉയർന്നപ്പോൾ തന്നെ കേരളം അതെടുത്ത നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. സംസ്ഥാന മന്ത്രിമാർ ഗവർണറുടെ പരിപാടികളിൽ നിന്ന് വിട്ടെടുക്കുക, രാജ്ഭവന്റെ പരിപാടികളിൽ നിന്ന് ബഹിഷ്കരിക്കുക, അങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടായതാണ്. എന്തായാലും ഇതൊരു പുതിയ ഏറ്റുമുട്ടലിലേക്ക് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോകുമെന്ന് വ്യക്തമാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റ് ബംഗാൾ തന്നെയാവാം. നേരത്തെ രാകേഷ് സൂചിപ്പിച്ച ആ രാഷ്ട്രീയമാണ് ഏറ്റവും പ്രധാനം. കാരണം ബംഗാൾ എന്ന ഒരു വലിയ സംസ്ഥാനത്തെ ഭരണം പിടിക്കാനുള്ള പുതിയൊരു സാധ്യത എന്ന നീക്കം സ്വാഭാവികമായും ഈ നീക്കത്തിന് പിന്നിലുണ്ടാവും. പക്ഷേ BJPയെ സംബന്ധിച്ച് ദേശീയത എന്ന വലിയ ആശയങ്ങളൊക്കെ മുന്നോട്ട് നിർത്തി ഈ നിർദ്ദേശത്തെ ന്യായീകരിക്കാനുമാകും. എന്തായാലും കേരളത്തിലടക്കം ഇതുണ്ടാക്കുന്ന പ്രതിഫലനം ചെറുതായിരിക്കില്ല എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. മുസ്ലിം സംഘടനകളുടെ ഒരു പോളറൈസേഷൻ ഇടയാക്കുന്ന പുതിയൊരു നീക്കം കൂടിയായി ഇത് മാറുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അപ്പോൾ വളരെ ജാഗ്രതയോടെയുള്ള കരുതലോടെയുള്ള നീക്കം സംസ്ഥാന രാഷ്ട്രീയത്തിലും ഉണ്ടാകുമെന്ന് നമുക്ക് കരുതേണ്ടി വരും. ഇടവേളയാണ്, മടങ്ങിയിട്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.